നമസ്കാരം. സ്പോർട്സ് ടോക്കിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകിക്കൊണ്ടുള്ള അനുകൂല വിധി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ ഭാവി മാറ്റിമറിക്കപ്പെടുമോ ഇല്ലയോ ഈ വിധി കൊണ്ടെന്നുള്ള ചർച്ചയാണ് ഇന്ന് സ്പോർട്സ് ടോക്കിൽ. നമ്മളോടൊപ്പം രുജീഷ് വി രവീന്ദ്രൻ ചേരും. രുജീഷ്, ഒറ്റനോട്ടത്തിൽ ഫുട്ബോളിന് ആശ്വാസകരമായ ഒരു വിധി എന്ന് വിലയിരുത്താമോ? ആ അർത്ഥത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ആകെ മാറും എന്ന പ്രതീക്ഷയൊന്നും ഇപ്പോഴും എനിക്കില്ല. പക്ഷേ ഈ പ്രവർത്തനങ്ങളിൽ ഒരു സുഗമമായി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഒരു ആശ്വാസമായ വിധി എന്ന് എന്തായാലും ഈ നിമിഷം പറയാം. കാരണം ഫിഫയുടെ ഒരു വിലക്ക് നമുക്ക് മുകളിൽ ഉണ്ടായിരുന്നു, ഒരു വാളായി തന്നെ ഉണ്ട്. കാരണം ഒരു വിലക്ക് വരിക എന്ന് പറഞ്ഞാൽ പിന്നീട് അത് മാറുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒക്ടോബർ 30 മുൻപ് തന്നെ ഭരണഘടന അംഗീകരിക്കണമെന്ന കാര്യം ഫിഫ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ പ്രവർത്തനങ്ങളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് പോകാം. രണ്ടാമത്തെ കാര്യം, കല്യാൺ ചൗബയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതിക്കെതിരെ വലിയ ബൈച്ചുംകുട്ടി അടക്കമുള്ള ആളുകൾ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു. അവർക്ക് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് തുടരാം എന്ന കാര്യം കൂടി വന്നു. ഈ പുതിയ മാറ്റങ്ങൾ കൂടി നമ്മൾ നല്ല മാറ്റങ്ങൾ പറഞ്ഞു തന്നെ പോകാം എന്ന് തോന്നുന്നു. കാരണം 14 അംഗ സമിതി ഉണ്ടാകുന്നു. അതിൽ അധ്യക്ഷൻ, അതോടൊപ്പം 2 വൈസ് പ്രസിഡന്റുമാർ, അതിലൊരാൾ സ്ത്രീയാകണം, അതോടൊപ്പം ഒരു ട്രഷറർ വേണം, കൂടാതെ 10 അംഗങ്ങൾ. ഈ 10 അംഗങ്ങളിൽ 5 കായിക താരങ്ങൾ വരുന്നു. ജീവിതകാല മുഴുവൻ 12 വർഷമാണ്, തുടർച്ചയായി 8 വർഷമാണ്. അതോടൊപ്പം 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇതിൽ ഉണ്ടാവില്ല. ഈ തരത്തിൽ ഒരു ഒറ്റ നോട്ടത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ വരും. നമ്മുടെ കായിക ഫെഡറേഷനുകളൊക്കെ കേൾക്കുന്ന ഒരു ആക്ഷേപം, ഈ പ്രായമായവർ അല്ലെങ്കിൽ ഒരുപക്ഷെ യുവത്വത്തിന് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇതിൽ അവസരം നൽകുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. പ്രായത്തിനപ്പുറം എനിക്ക് തോന്നുന്നത് ഈ തുടർച്ചയായി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. കാരണം ഒരു കാലത്ത് ഈ അധ്യക്ഷനായ ആൾ പിന്നെ മാറാതെ നിൽക്കുന്നതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊക്കെ, പുതിയ സ്പോർട്സ് ബില്ലൊക്കെ വന്നതോടെ വലിയ മാറ്റങ്ങളൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഏതെങ്കിലും തരത്തിൽ മാറുമോ എന്നാണ്. എനിക്ക് ആ പ്രതീക്ഷ തീരെയില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫിഫയുടെ റാങ്കിങ് വരുന്നു. ഒരു സ്ഥാനം താഴേക്ക് പോയി 134 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യയുള്ളത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് പലപ്പോഴും ഫുട്ബോൾ താരങ്ങൾ പറയാറുണ്ട്, ഈ ഇന്ത്യയിൽ പല ഫുട്ബോൾ രാജ്യങ്ങളിലുള്ള ആകെ ജനസംഖ്യയുടെ അത്ര ആളുകൾ ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതുമാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് എന്നിട്ട് പോലും നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ നഴ്സറി സിസ്റ്റം കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കേരളത്തിൽ പോലും ഇല്ല എന്ന് പറയാൻ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും അല്ലെങ്കിൽ സ്കൂളുകളുടെ രീതി, ആ രീതിയിലൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ നല്ലൊരു നഴ്സറി സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. അവിടെ പോലും അതില്ല. നമ്മളുടെ പെൺകുട്ടികളുടെ കഴിഞ്ഞ ദിവസം ഒരു ടൂർണമെൻറ്റ്, സുബ്രത കപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി പെൺകുട്ടികളുടെ ഒരു അതിഗംഭീരമായൊരു ഗോള്. പക്ഷേ ആ ഗോള് കണ്ട് അത് വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയാണ്, ഗംഭീര ഗോളല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ ആ ഗ്രൗണ്ട് കണ്ട ആളുകൾ, അതിൻ്റെ താഴെ മുഴുവൻ ആളുകൾ വിലപിക്കുകയാണ്. കാരണം ഈ ഗ്രൗണ്ടിൽ എങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റി ഇവർക്ക്? ആ തരത്തിലാണ് നമ്മുടെ സിസ്റ്റം. അത് പറയുമ്പോഴാണ് നമ്മുടെ ഇപ്പം മെസ്സി വരുന്നു എന്ന് പറയുന്നുള്ള വലിയ ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും ഇത് എവിടെ കളിക്കും എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ഫുട്ബോൾ വികസിക്കണമെങ്കിൽ കളിക്കാനുള്ള സ്ഥലം വേണമല്ലോ. ഇത് ഏത് ഗ്രൗണ്ടിൽ കളിക്കും എന്നുള്ളൊരു വലിയ ആശങ്ക നിലനിൽക്കുന്നു. തീർച്ചയായും അത് കായിക വകുപ്പ് മന്ത്രി ഇപ്പോൾ GCDയോട് പോയി പറഞ്ഞത്, ഇപ്പോൾ ഒരു കത്തയച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കണം എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ വെംബ്ലി സ്റ്റേഡിയത്തിൽ, ഈ റഷ്യയെ വിലക്കിയ സമയത്ത് വെംബ്ലി സ്റ്റേഡിയത്തിലേക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മാറ്റുകയാണ്. അത് തീരുമാനമാകുന്നത്, അത് അംഗീകരിക്കപ്പെടുന്നത് അടുത്ത ദിവസം തന്നെ അത് ഓക്കെയാണ്. കാരണം വെംബ്ലി അത്രയും സെറ്റപ്പാണ്. ഏത് നിമിഷം വേണമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു തീരുമാനിക്കാം, നാളെ ഒരു കളി നടത്തണമെന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ എത്തിക്കുന്ന മറ്റു കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം അവിടെ ഒരു പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റേഡിയം നല്ല രീതിയിൽ പണിയും, പക്ഷേ അതിൻ്റെ പരിപാലനം തീരെ അബദ്ധമായിരിക്കും. അടുത്തൊരു മത്സരം നടക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പണമിറക്കി ഇതിനെ പരിപാലിക്കുന്ന അടുത്ത പണിയെടുക്കണം. ഈ പണം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ സ്റ്റേഡിയം നല്ല രീതിയിൽ നടപ്പാൻ. ഒപ്പം ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിനൊപ്പം തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ വിധിയെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ISL പ്രതിസന്ധിയിലാണ്. അത് അടുത്ത ഇതാണ്. കാരണം വെച്ചാൽ ഇതാണ് ഏറ്റവും വലിയ. ഇപ്പം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിജയദിനം എന്ന തരത്തിലൊക്കെ വലിയ ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു മാറ്റവും ഈ ഒരു വിധി കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. കോടതിയിലുള്ള ഒരു നടപടിക്രമം, അത് കോടതിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് തുടരാം എന്ന കാര്യത്തിൽ വിധി വന്നു. നമ്മുടെ ISL എപ്പോൾ നടക്കും എന്ന് അറിയില്ല. ISL ക്ലബ്ബുകൾ, ഏതൊക്കെ ക്ലബ്ബുകൾ പൂട്ടും, ഏതൊക്കെ ക്ലബ്ബുകൾ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് പോലും ഒരു ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഫെഡറേഷൻ ഒരു കൃത്യമായ ഉത്തരവില്ല. അതിൻ്റെ മീറ്റിങ്ങുകൾ കൃത്യമായി നടന്നിട്ടില്ല. ഇപ്പോഴും സൂപ്പർ കപ്പ് നടക്കും എന്ന് ഷെഡ്യൂൾ കൊടുക്കുന്നു. സൂപ്പർ കപ്പിന് കൃത്യമായി ഒരുങ്ങേണ്ട രീതിയിലേക്ക് പോയിട്ടില്ല. താരങ്ങളെ കൊണ്ടുവരുന്ന സംഭവത്തിലേക്ക് പോയില്ല. ഇവിടെ സൂപ്പർ ലീഗ് കേരള അടക്കം അതിൻ്റെ ഒരുക്കങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷെ നമ്മുടെ
പ്രൈമായി നമ്മൾ ചെയ്യേണ്ട ഇത് നമ്മുടെ ലീഗാണ്. രുചീഷ് സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ബോൾ നമ്മുടെ കോർട്ടിലുണ്ട്, ഇനി ഇത് എങ്ങോട്ട് തിരിക്കണം എന്നത് സംബന്ധിച്ചാണ്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ഇത് പോകട്ടെ. കാരണം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്തായാലും അടുത്ത വർഷം ഉണ്ടാകും. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ അതിലെ അധികാരിയായി വരുന്നു, അത് ഫുട്ബോളിൽ നിന്ന് വരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ഇത് പരിഹരിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്കിതിനോട് ഒരു ആഗ്രഹമുണ്ടോ? ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു ലോകകപ്പ് കളിച്ച് കാണണം എന്നൊക്കെ മോഹമുണ്ടാവുകയെങ്കിലും വേണം. അതിനുശേഷമാണല്ലോ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തനം നടത്തേണ്ടത്. ഞാൻ പറഞ്ഞ ഐസ്ലൻഡ് അടക്കമുള്ള ടീമുകൾ ലോകകപ്പ് കളിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ആകെ 6 മാസം മാത്രമേ പരിശീലിക്കാൻ പോലും പറ്റൂ. കാരണം അതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ. അവിടെ അവർ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അതിന് വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് കൃത്യമായി കണ്ടെത്താനും ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ഗ്രാസ് റൂട്ടിൽ നിന്ന് പ്രതിഭകളെ കണ്ടെത്താനും ശ്രമിക്കണം. ആ ശ്രമം ഇനി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് ബാക്കിയുള്ളത്. ഈ കോടതി വിധി നമ്മുടെ കയ്യിലേക്ക് ബോൾ തന്നിരിക്കുകയാണ്. ഇത് ഇനി എങ്ങോട്ട് തട്ടണം എന്നത് ഫെഡറേഷൻ്റെ കയ്യിലുള്ള തീരുമാനമാണ്. ആ തീരുമാനം ശുഭപ്രതീക്ഷയായി മാറട്ടെ എന്ന് മാത്രമാണ് സ്പോർട്സ് ടോക്കിന് ആഗ്രഹിക്കാനുള്ളത്.